ഈശോ പറഞ്ഞില്ലേ തിരുനാളിൻ്റെ മഹാദിനത്തിൽ ഇപ്പം ഞാൻ തരുന്ന വെള്ളമെന്ന് പറഞ്ഞാൽ എന്താ? അതാണ് യോഹന്നാൻ 7:37. തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്നോ, അവൻ ഉച്ചത്തിൽ പറഞ്ഞോ. അപ്പോൾ തിരുനാളിൻ്റെ പീക്ക് ഡേ വന്നു, അവൻ എഴുന്നേറ്റ് നിന്നു, ഉച്ചത്തിൽ പറഞ്ഞു. എന്തുമാത്രം സ്റ്റെപ്പാ! എന്താ അവൻ പറഞ്ഞത്? ഇത്രയും സെലിബ്രൻ്റായിട്ട് ഉത്സവം പോലെ അവൻ എന്താ പറഞ്ഞത്? ഹോം ടു യു സൈഡ് കം ടു മീ. ദാഹിക്കുന്നവൻ എൻ്റെ അടുത്ത് വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. തന്നിൽ വിശ്വസിക്കാതിരുന്നവരെ സ്വീകരിക്കാതിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവൻ പറഞ്ഞത്. പരിശുദ്ധാത്മ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് എന്തൊരു സെലിബ്രൻ്റായിട്ടാണ്. ഈ പരിശുദ്ധാവിനെ കുറിച്ചാണ് അവളോട് പറഞ്ഞത്, മകളെ ഈ വെള്ളമൊക്കെ കുടിക്കുന്നവന് 5 ഭർത്താക്കന്മാരും 6 ഭർത്താക്കന്മാരും 6 വീടും 5 സ്ഥലവും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നവന് ഇനിയും ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നതിന് ദാഹം അവസാനിക്കും. ഈ വെള്ളം ആണ് ഈശോ പറയുന്ന അതായത് 4:13 ഈശോ പറയുന്ന ഞാൻ തരുന്ന വെള്ളം. അത് തന്നെയാണ് യോഹന്നാൻ 7:37 ഈശോ പറയുന്ന പരിശുദ്ധാത്മാവ്. അത് തന്നെയാണ് 2 കൊരിന്ത്യർ 12:10 പറയുന്ന ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപ ഈശോ പറയുന്ന പരിശുദ്ധാത്മാവിന് തത്സമമോ തൽഭവമോ ആണ്. ചില സമയത്ത് ഈശോ കൃപയെന്ന് പറയും, ചില സമയത്ത് ഈശോ പരിശുദ്ധാത്മാവെന്ന് പറയും. പക്ഷെ കൃപയെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ മാത്രമല്ല ഈശോ ഉദ്ദേശിക്കണത്. ഇപ്പം യോഹന്നാൻ 1:17 കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായെന്ന്. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞത് എന്താണ്ടത്? 2 കൊരിന്ത്യർ 12:10 പറഞ്ഞു, എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അവിടെ കൃപയ്ക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ ശക്തി എന്നാണ് പറയണത്. 2 കൊരിന്ത്യർ 12:10 കൃപയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി എന്നാണ്. പക്ഷെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ ശക്തിയാണല്ലോ. അമ്മ ചോദിച്ചല്ലോ, അപ്പം ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന്. ലൂക്കാ 1:35 അപ്പോൾ മാലാഖ എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി. പരിശുദ്ധാത്മാവ് ശക്തിയല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയാണ്, കൃപയും ശക്തിയാണ്. കൃപയും പരിശുദ്ധാത്മാവും കൂടി വരുമ്പോൾ കൃപ എന്താണ്, പരിശുദ്ധാത്മാവ് എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ അറിയണം. പരിശുദ്ധാത്മാവ് തൃത്വത്തിൻ്റെ 3-ാം ആളായ പുത്രൻ നമ്മുടെ വ്യക്തിയാണ്. ശക്തി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ കൂടെ പിതാവിൻ്റെ പ്രസാദമുണ്ട്. ആത്മാവ് മാത്രമല്ല, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞിട്ടില്ലേ 12:18 മത്തായിയുടെ സുവിശേഷത്തിലെ? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എന്ന് പറഞ്ഞേ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ആ പരിശുദ്ധാത്മാവ് മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രസാദം കൂടി ആകുമ്പോഴാണ് കൃപ. കൈ അടിച്ച് കർത്താൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ 2 വ്യത്യാസമുണ്ട്. ഞാനിങ്ങനെ വന്ന് നിൽക്കുന്നതും ഞാൻ വന്ന് നിന്നിട്ട് നിങ്ങൾക്കൊരു അനുഗ്രഹം തരണതും തമ്മിൽ വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവ് കേവലമായിട്ട് വരുന്നതും പരിശുദ്ധാത്മാവ് വന്ന് നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് അതാണ് ദൈവത്തിൻ്റെ, അതാണ് മത്തായി 12:18 പറഞ്ഞത്, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. നമ്മൾ ഇന്നലെ എന്താ പറഞ്ഞത്? പിതാവ് ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കുന്നു. എന്താ? മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിൽ, ഹോമയാഗങ്ങളിൽ ഞാൻ സംതൃപ്തനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പാ ഇതാ ഞാൻ വരുന്നു, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷവും. നമ്മളതിനെക്കുറിച്ച് ചില ഭാഗങ്ങൾ നേരത്തെ കണ്ടിരുന്നു. ഇത് 40:6 സങ്കീർത്തനം 40:6. മുറപ്രകാരമുള്ള ഹനനയാഗങ്ങൾ. മനുഷ്യനിവിടെ പാപം ചെയ്തിട്ട് പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നത് തിരിയക്കുകളെയും കന്നുകാലികളെയും നാൽക്കാലികളെയും ബലിയർപ്പിക്കുകയാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിന് വെറുതെ ഇരുന്ന ആടും കോഴിയും എന്ത് ചെയ്ത്? ഒന്നും ചെയ്തില്ല. അപ്പോഴുകൊണ്ടാണ് പറയണത്, മുറപ്രകാരമുള്ള ഹനനയാഗങ്ങൾ, ഹോമയാഗങ്ങളിൽ ഞാൻ സംതൃപ്തനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പാ ഇതാ ഞാൻ വരുന്നു, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ്
എൻ്റെ സന്തോഷം. മനുഷ്യൻ ചെയ്ത പാപത്തിന്, മനുഷ്യൻ അവൻ്റെ ശരീരത്തിൽ ചെയ്ത പാപത്തിന്, ദൈവത്തോട് ചെയ്ത പാപത്തിന് ദൈവം തന്നെ, പുത്രൻ തമ്പുരാൻ തന്നെ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി. പൗലോസ് ലേഖനത്തിൽ ഫിലിപ്പിയർ 2:7 മുറുകെ പിടിക്കുന്ന കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളം, കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. ആ ഉയർത്തലാണ് കൃപയെന്ന് പറയുന്നത്. അപ്പൻ്റെ പ്രസാദം കിട്ടുമ്പോഴാണ് ഉയർത്തൽ വരണത്. പ്രസാദം കിട്ടുമ്പോഴാണ് ഉയർത്തൽ. അപ്പൻ പ്രസാദിച്ചു. അതുകൊണ്ടാണ് ജ്ഞാനസ്ഥാനം സ്വീകരിക്കാൻ വരുമ്പോഴും അപ്പൻ പറയും, ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ്. ഇതാ എൻ്റെ ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൻ്റെ പ്രസാദത്തിനാണ്. അപ്പോൾ കൃപ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നോട്ട് എ ബ്ലെസ്സിങ്, നോട്ട് എ ഫിസിക്കൽ ഫേവേഴ്സ്, ബട്ട് ദ പവർ ഓഫ് ദി ഓൾമൈറ്റി. ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ശക്തി. ചുമ്മാ കേവല ശക്തിയല്ല, കൃപ സ്നേഹം നിറഞ്ഞ ശക്തിയാണ്. മനസ്സിലായില്ലേ? സ്നേഹം, അതായത് കൃപ എന്ന് പറയുന്നത് എന്താണ്? കേവല ശക്തിയല്ല, പിന്നെ എന്താണ്? സ്നേഹം നിറഞ്ഞ ശക്തി. എന്തിനാണ് ഈ സ്നേഹം നിറഞ്ഞ ശക്തി തരണേ? എന്തിനാ? മറ്റെല്ലാവരെയേക്കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചു, ഞാനല്ല, എന്നിലുള്ള സ്നേഹം നിറഞ്ഞ ഈ ശക്തിയെന്ന്. ദൈവവേദനേ, നിനക്ക് ഈ ധ്യാനത്തിലൂടെ ലഭിക്കാൻ പോയത് എന്താണ്? അമ്മയ്ക്ക് കൊടുത്ത അതേ കൃപയാണ്. കരുത്തോവരെ എന്ന് അമ്മയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? കൃപ നിറഞ്ഞവളെ സ്വസ്തി. അമ്മയ്ക്ക് കൊടുത്ത സ്നേഹം നിറഞ്ഞ ശക്തിയില്ലേ? അതാ മരിയൻ തപസ് കൂടുന്ന ആൾക്കാർ കിട്ടാൻ പോകുന്ന സ്നേഹം നിറഞ്ഞ ശക്തി. എന്തിനാണ് ഈ ശക്തി തരണത്? ഇത് അനുഗ്രഹമല്ല, ബ്ലെസ്സിങ് ഫേവേഴ്സ് അല്ല. ഈ ശക്തി തരണത് എന്തിനാ? അതായത് ഈ ശക്തി ലഭിച്ച് കഴിയുമ്പോൾ മറ്റെല്ലാവരെയും, ഒന്ന് കുറയുന്ന 15 മറ്റെല്ലാവരെയും കൂടുതലായി ഞാൻ അധ്വാനിച്ചു. എന്നിട്ടെന്താ പറയണത്? ഞാനല്ല അധ്വാനിച്ചത്, പിന്നെ ആരാണ്? എന്നിൽ ദൈവം ചിന്തിയ സ്നേഹം നിറഞ്ഞ ശക്തി എന്ന്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, സ്നേഹം നിറഞ്ഞ ശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. അങ്ങയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ, ആത്മാക്കളെ വീണ്ടെടുപ്പിനെ അധ്വാനിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ.